APJ Abdul Kalam Technological University, December 2024 Engineering Graphics and Computer Aided Drawing Question Paper Discussion Video ആണിത്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 2ത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: എ പെൻഡഗണൽ പ്രിസം with a base edge of 25 mm and axis length 65 mm is placed with one of its base edges on HP. The axis is inclined 30 degree to the HP and 45 degree to the VP. Draw the projections of the prism. ഈ മൊഡ്യൂളിലത്തെ രണ്ട് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. രണ്ടും നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് ആൻസർ കീ ഡ്രാഫ്റ്റ് വന്നപ്പോഴും അതിനും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇതിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ അറിയാത്തവർക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും സിമ്പിൾ. പിന്നെ കോൺ ആയതുകൊണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പെൻഡഗണൽ പ്രിസം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ പെൻഡഗണൽ പ്രിസം സെക്കൻഡ് സ്റ്റേജിൽ തേർഡ് സ്റ്റേജിലേക്ക് മാറ്റി വരയ്ക്കുമ്പോൾ രണ്ടായാലും അത്യാവശ്യം ബുദ്ധിമുട്ട് വരുന്നുണ്ട് മാറ്റി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അല്ലെങ്കിൽ പിന്നെ ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്സിലറി പ്ലെയിൻ മെത്തേഡിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ആ മെത്തേഡ് ഞാൻ യൂഷ്വലി ഇപ്പോൾ ആരും അങ്ങനെ ഫോളോയും ചെയ്യുന്നില്ല, കാരണം പാരലൈൻസിൻ്റെ ഒരു പ്രശ്നം അതിൽ വരുന്നതുകൊണ്ട്. ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടായാലും സെക്കൻഡ് ക്വസ്റ്റ്യൻ വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഇത് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എച്ച് പിയിൽ ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ ബേസ് എഡ്ജ് എടുക്കുക, കാരണം നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ടിൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൺ ബേസ് എഡ്ജ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് പെൻഡഗൺ വരയ്ക്കുക ഫസ്റ്റ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇത് പ്രിസം പിരമിഡായി മാറിപ്പോയൊക്കെയുണ്ട്, അവർക്കൊക്കെ മാർക്ക് കുറയും. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആൻസർ കീ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ വാല്യൂ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ആക്സ് ഇൻ ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി ആണ്. സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആക്സ് ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി ഇത് കൊണ്ടുവരുന്നു. ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിളിന് 30 ഡിഗ്രി ആക്സ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുന്നു. എളുപ്പമാണ്, കാരണം ആക്സസും ഈ എഡ്ജും പാരലായതുകൊണ്ട് ഈ എഡ്ജ് 30 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആക്സസും 30 ഡിഗ്രി കിട്ടും. അങ്ങനെ സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടുന്നു. അങ്ങനെ സെക്കൻഡ് ടോപ്പ് വ്യൂവിൽ നിന്ന് തേർഡ് ടോപ്പ് വ്യൂയിലേക്ക് പോകുമ്പോൾ ആക്സ് ഈസ് ഓൾറെഡി ഇൻക്ലൈൻ ടു 1 പ്ലെയിൻ ആയതുകൊണ്ട്, അടുത്ത കേസിൽ ഇൻക്ലൈൻ ടു ബോത്ത് ആയതുകൊണ്ട് അത് അപ്പാരൻറ്റ് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പാരൻറ്റ് ആംഗിളിൽ വരയ്ക്കണം. അപ്പാരൻറ്റ് ആംഗിൾ തന്നിട്ടില്ല, ട്രൂ ആംഗിൾ തന്നത്, അതുകൊണ്ട് അപ്പാരൻറ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സിസ് ഇൻക്ലൈൻ 35 ഡിഗ്രി ടു എച്ച് പി എന്നാണ് തന്നത്. പക്ഷേ ടു എക്സ് വൈ ലൈനാണ് വേണ്ടത്. അപ്പാരൻറ്റ് ആംഗിൾ വേണം, ബട്ട് അപ്പാരൻറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അപ്പാരൻറ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ട, ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബേസ് എഡ്ജ് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ബേസ് എച്ച് പിക്ക് പാരലാക്കിയിട്ട് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ബേസ് എഡ്ജ് വരുന്ന രീതിയിൽ, അത് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പെൻഡഗൺ കംപ്ലീറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആദ്യം ലോങ് എക്സ് വൈ ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിൽ എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ബേസ് എഡ്ജിൻ ലെങ്ത് 25 mm ലൈൻ വരച്ച് പെൻഡഗൺ കംപ്ലീറ്റ് ചെയ്യാം. വൺ 108 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. പെൻഡഗൺ പ്രിസമാണ്. ടോട്ടൽ 5 ടോപ്പ് ബേസ് പോയിൻറ്റും 5 ബോട്ടം ബേസ് പോയിൻറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഇത് നെയിം ചെയ്യണം. ടോപ്പ് ബേസ് പോയിൻറ്റ് ABCD എന്ന് കൊടുത്തു. ബോട്ടം ബേസ് പോയിൻറ്റ് 1 2 3 4 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. എല്ലാ ബോട്ടം ബേസ് പോയിൻറ്റ്സിനെയും എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതായത് 1 2 3 4ൻ്റെ ഫ്രണ്ട് വ്യൂ 1 2 3 4 5 എക്സ് വൈ ലൈനിൽ കിട്ടും. 1ൻ്റെ ഫ്രണ്ട് വ്യൂ 1 2 5ൻ്റെ ഫ്രണ്ട് വ്യൂ 2 5 3 4ൻ്റെ ഫ്രണ്ട് വ്യൂ 3 4 ഇവിടെ കിട്ടും. നെയിം ചെയ്യാം. 1 2 5 3 4 മാർക്ക് ചെയ്യുക. ഇനി പ്രിസാണ്, റെക്റ്റാങ്കിൾ വരയ്ക്കണം. നേരെ അപ്പെക്സ് കൊണ്ട് ജോയിൻ ചെയ്ത് പിരമിഡാക്കി ട്രയാങ്കിളാക്കി വരയ്ക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 65 mm എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 65 mm എബോ ആയിട്ട് ടോപ്പ് ബേസ് A', B', C', D', ലൊക്കേറ്റ് ചെയ്യാം. ഈ ഹൈറ്റ് 65 ആണ്. വിസിബിൾ ലൈനാണ്. ഇത് ആക്സസ് ലൈനാണ്. ചെയിൻഡ് ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക.
എല്ലാ ബേസ് എഡ്ജസും ഫേസ് എഡ്ജസും തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. നെയിം ചെയ്യുക. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇതിന് ഡയമെൻഷൻ കൂടെ ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്റ്റേജ്, അതായത് സെക്കൻഡ് സ്റ്റേജിൽ ഫസ്റ്റ് റൊട്ടേഷൻ ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് ആക്സിൻ്റെ ഇംഗ്ലീഷിൻ എച്ച് പി ആയിട്ട് 30 ഡിഗ്രിയാണ്. ആക്സിസ് ഈ ബേസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനാണ്. ആ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഈ ഫേസും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവും. ഈ ഫേസ് ഇവിടെ 3 4 C D എന്നുള്ള ഈ റെക്റ്റാങ്കിൾ അതൊരു ലൈനായിട്ടാണ് ഫ്രണ്ട് വ്യൂവിൽ ഇപ്പോൾ കാണുന്നത്. ആ ലൈൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി എടുത്താലും മതി. കാരണം ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഈ ലൈനും, അതായത് ഈ റെക്റ്റാങ്കുലർ ഫേസും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിന്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിന് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചിട്ട്, ഒന്നുകിൽ ആക്സിസിന് അബൌട്ട് അല്ലെങ്കിൽ ഈ ലൈനിന് അബൌട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചിട്ട് സെക്കൻഡ് സ്റ്റേജ് വരയ്ക്കുന്നു, സെക്കൻഡ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. ആ സെക്കൻഡ് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് സെക്കൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ഇത്രയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. 3 1 4 1 ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ഈ പോയിൻറ്റിലൂടെ 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക. കാരണം ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പം ഈ ലൈൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആയിരിക്കും. ലൈൻ്റെ ലെങ്ത് 65, ആംഗിൾ 30 ഡിഗ്രി. ഇതിന് അബൌട്ട് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് 1 കിട്ടണമെങ്കിൽ 3 1 ആർക്ക് ഇവിടെ കട്ട് ചെയ്യാം. 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അങ്ങനെ ഈ റെക്റ്റാങ്കിൾ ഈ 30 ഡിഗ്രി ലൈനിന് അബൌട്ടായിട്ട് ഇവിടെ ഫോം ചെയ്യുക. ആ മെത്തഡൊക്കെ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാനിവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, CAD ആയതുകൊണ്ട്. പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ഇനി ഡയമെൻഷൻ ചെയ്യുമ്പോൾ 30 ഡിഗ്രി ചെയ്യേണ്ടത് C1 3 1 അല്ല, ഈ ആക്സിസ് ലൈനെയാണ്. അപ്പോൾ ആക്സിസ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് 30 ഡിഗ്രി ഡയമെൻഷൻ ചെയ്യേണ്ടത്. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ C2 കിട്ടാൻ വേണ്ടിയിട്ട് സിയിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, C1 നിന്ന് വെർട്ടിക്കൽ ലൈൻ, അങ്ങനെ C2 ലൊക്കേറ്റ് ചെയ്യാം. വരയ്ക്കുമ്പോൾ തിൻ ലൈൻ വരയ്ക്കുക. ഇത് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 90 ഡിഗ്രി ലൈൻസ് തന്നെ വരയ്ക്കുക. ഈ ലൈനിലായിരിക്കും 2 1 and 5 1. അതേപോലെ ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. B2, പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. 1 1 1 1 ഇവിടെ 1 1 കിട്ടും. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും നെയിം ചെയ്യുക. ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ABCD ടോപ്പ് ബേസ് ആണ് വിസിബിൾ. അതുകൊണ്ട് ടോപ്പ് ബേസിൻ്റെ എഡ്ജസൊക്കെ വിസിബിൾ എഡ്ജസ് ആയിട്ട് വരയ്ക്കുക. ബോട്ടം ബേസ് മുകളിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ XY ലൈൻ നിയർ ആണ്, അല്ലെങ്കിൽ ഒബ്സർവർക്ക് എവേ ആണ്. അപ്പോൾ അത് ഇൻവിസിബിൾ ബേസ് ആണ് എക്സെപ്റ്റ് ബൗണ്ടറി. അപ്പോൾ 1 2 3 4 5 ബൗണ്ടറി ലൈൻസ്, അതായത് ഔട്ട് ലൈൻസ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലൈൻസ് അതെപ്പോഴും വിസിബിൾ ആയിരിക്കും. ആ ലൈൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള ഈ 1 2 3 4 5 ബേസ് എഡ്ജസൊക്കെ ഡാഷ് ലൈൻ യൂസ് ചെയ്തിട്ടും ABCD ഈ മുഴുവൻ ബേസ് എഡ്ജസും തിക്ക് ലൈൻ യൂസ് ചെയ്തും വരയ്ക്കുക. വിസിബിൾ ബേസ് എഡ്ജസ് ആണ്. ഫൈവ് 4 4 3 3 2 ഡാഷ് ലൈൻസ് ആണ്. ഇനി ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യണം. 5E 5 1 E1 2 1 B1 അത് ബൗണ്ടറി ലൈനാണ്, തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. 4 1 D1 വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ഇൻവിസിബിൾ ലൈനായിരിക്കും, അത് ഡാഷ് ലൈൻ യൂസ് ചെയ്യുക. 3 1 C1 വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇൻവിസിബിൾ ലൈനാണ്. 1A ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇത് വിസിബിൾ ആണ്. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ആക്സസ് ലൈന് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയാണ്. ബട്ട് അത് ആക്സസ് ലൈനായിട്ട് വിസിബിൾ ഫേസ് എഡ്ജ് 1A കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് 1 മുതൽ A1 വരെയുള്ള 1 1 മുതൽ A1 വരെയുള്ള പോർഷൻസ്
കണ്ടിന്യൂസ് തിക് ലൈനും അതിനുശേഷം ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്തും വരയ്ക്കാം. സെക്കൻഡ് ടോപ്പിക് കംപ്ലീറ്റ് ആയി. അതായത് ഈ 3 ലൈൻസും ഇൻവിസിബിൾ ലൈനാണ്, അതായത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം ബേസ് എഡ്ജിൻ്റെത്. കാരണം മുകളിൽ നോക്കുമ്പോൾ 1 2 3 4 ബേസ് എഡ്ജസ് കാണില്ല, ഈ 3 4 കാണില്ല. അതുകൊണ്ടാണ് 3 1 4 1 ഡാഷ് ലൈൻ ആയത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 4 5ഉം 3 2ഉം അതേപോലെ 4C 4D ഈ ലൈൻസൊക്കെ ഡാഷ് ലൈനാണ്. ഇത് ഇമാജിൻ ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ഈ റൂൾ അപ്ലൈ ആണെങ്കിൽ ഇവിടെ ഒബ്സർവർ ഇവിടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴും മുകളിലിരിക്കുന്ന ഒബ്സർവർക്ക് അടുത്തായിട്ട് കിടക്കുന്നത് ABCD. അതുകൊണ്ട് ഫേസ് അഡ്ജസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇത് ഔട്ട്ലൈനാണ്. വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈനാണിത്, അതുകൊണ്ട് ഇത് ഇൻവിസിബിൾ. ഇതും വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നു, ഇൻവിസിബിൾ. ഇത് ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് വിസിബിൾ. ഓക്കെ, അടുത്ത സ്റ്റേജിൽ ആക്സിസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു VP എന്നാണ്. അതായത് ഓൾറെഡി ഇപ്പോൾ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP ആയി. ഇനി ഈ ആക്സിസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആകുന്നു. അങ്ങനെ 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ഏത് ഡയറക്ഷനിലേക്കും കൊണ്ടുവരാൻ പറ്റും. 4 പോസിബിൾ ആൻസേഴ്സ് ഉണ്ട്. ഇത് വരയ്ക്കാം, 45 ഡിഗ്രി ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കാം, ഈ ഡയറക്ഷനിലേക്ക് കൊണ്ടുവെക്കാം, ഈ ഡയറക്ഷനിലേക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഏത് ലൈനെയാണ് മാറ്റി വരയ്ക്കേണ്ടത്. അത് ആക്സസ് ആണ്. ആ ആക്സസ് നമ്മൾ ഡ്രോയിങ്ങിൽ നോക്കുമ്പോൾ ആക്സിസ് എന്തായിട്ടുണ്ട്, ഇവിടെ റെഡ്യൂസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇവിടെ 65 ആണ്, ഇവിടെ എത്തുമ്പോൾ അത് ലെസ് ദാൻ 65 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആക്സ് ഇൻക്ലൈൻഡ് 1 പ്ലെയിൻ ആയി, അപ്പാരൻറ്റ് ലെങ്ത് ആയി. അപ്പാരൻറ്റ് ലെങ്ത് അപ്പാരൻറ്റ് ആംഗിളിലാണ് വരയ്ക്കേണ്ടത്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ആക്സിസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു VP എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം, അപ്പാരൻറ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. അപ്പാരൻറ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ട്രൂ ലെങ്ത് ലൈൻ വരച്ച് ട്രൂ ആംഗിളിൽ ആ ലോക്കസിലോട്ടേക്ക് റെഡ്യൂസ് ചെയ്ത ഈ ലെങ്ത് എടുത്ത് കൊണ്ട് ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പാരൻറ്റ് ലെങ്ത് കിട്ടും. ഫസ്റ്റ് നമുക്ക് അപ്പാരൻറ്റ് ലെങ്ത് ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ലൈൻ എബോട്ട് ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കാം. ഇവിടെ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് ട്രൂ ലെങ്ത്, അതായത് 65 mm ട്രൂ ആംഗിളിൽ 45 ഡിഗ്രിയിൽ ഒരു ആക്സസ് ലൈൻ വരയ്ക്കുക. 65 45 ഡിഗ്രി. ഈ ലോക്കസിലേക്ക് റെഡ്യൂസ് ചെയ്ത ലെങ്ത്, അത് നേരത്തെ എന്നോട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ഈ 5 1 2 1 ഇവിടെ ആയിട്ടാണ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തത്. അവിടെ അല്ല, തൊട്ടിപ്പുറത്താണ്. ഈ ആക്സസ് ലൈനിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് വരയ്ക്കുന്നതാണ് ആക്സസ്. അത് നമുക്ക് വേണമെങ്കിൽ MN മറ്റോ കൊടുത്തിട്ട് M1 N1 അങ്ങനെ പോയിൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ബട്ട് അതൊരു വിസിബിൾ ഒരു പോയിൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. അങ്ങനെ കൊടുത്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് അതിവിടെ 56 mm ആണ് ഡയമെൻഷൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 56 mm ആണ് കിട്ടിയത്. ഈ 56 mm ഈ പോയിന്റിൽ നിന്ന് ഈ ലോക്കസ് ലൈനിലേക്ക് ആർക്ക് കട്ട് ചെയ്യാം. ആ കിട്ടുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈനാണ് ആക്സസ് ലൈൻ. ആ ആക്സസ് ലൈനിൻ്റെ ആംഗിളാണ് അപ്പാരൻ്റ് ആംഗിൾ. ആ അപ്പാരൻ്റ് ആംഗിളിൻ്റെ അബോട്ട് ലൈൻ വരച്ചതിന് ശേഷം അതിനബോട്ടാണ് ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കേണ്ടത്. ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് 56 mm റേഡിയസിൽ ഈ ലൈന് വരയ്ക്കുക. ഇതാണ് ആക്സസ് ലൈൻ. ഈ ആംഗിൾ 45 ഡിഗ്രി, അപ്പാരൻ്റ് ആംഗിൾ കിട്ടിയിരിക്കുന്നത് 55 ഡിഗ്രി. ഇനി അപ്പാരൻ്റ് ആംഗിൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ലൈനിലേക്ക് ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി 1 A1 ഡിസ്റ്റൻസിൽ ഇവിടെ A2 ലൊക്കേറ്റ് ചെയ്യുക. പിന്നെ ആർക്ക് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ആ റെക്റ്റാങ്കിളിന് അബോട്ടായിട്ട് പോയിൻറ്റ്സ് കാണുന്ന രീതിയിലോ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇതേ സൈസും ഷേപ്പും ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. തേർഡ് ടോപ്പ് വ്യൂവിനെ മാറ്റി വരച്ചു, പോയിൻറ്റ്സൊക്കെ ലൊക്കേറ്റ് ചെയ്തു. തേർഡ് ടോപ്പ് വ്യൂവിനെ മാറ്റി വരച്ചു. ഇനി ഇതിൽ നിന്ന് ഫൈനൽ ഫ്രണ്ട് വ്യൂ കിട്ടണം. അതിനെ 1 2 2 2 3 2 4 2 5 2 അങ്ങനെ എല്ലാ പോയിൻറ്റ്സിനും മുകളിലോട്ടേക്ക് വെർട്ടിക്കൽ ലൈനും കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കിട്ടും. തിൻ ലൈൻ യൂസ് വരയ്ക്കുക. ഈ ലൈൻസൊക്കെ പല ലൈൻസും കോയിൻസൈഡ് ചെയ്യോ അല്ലെങ്കിൽ വളരെ അടുത്തായിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോഴും പല ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി നെയിം ചെയ്യണം. നെക്സ്റ്റ് ബേസ് അഡ്ജസ്റ്റും ഫേസ് അഡ്ജസ്റ്റും വരയ്ക്കണം. അപ്പോൾ ആദ്യം ബേസ് അഡ്ജസ്റ്റ് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുമ്പോൾ
ഫ്രണ്ടിലായിട്ട് കാണുന്നത്, അതായത് ഒബ്സർവർക്ക് നിയർ ആയിട്ട് കാണുന്നത് ABCDE ആണ്. ഒബ്സർവർക്ക് എവേ ആയി കാണുന്നത് 1 2 3 4 ആണ്. അതുകൊണ്ട് ABCDEയുടെ എല്ലാ ബേസ് എഡ്ജസും വിസിബിൾ ബേസ് എഡ്ജസ് ആയിരിക്കും. 1 2 3 4 5ൻ്റെത് ബൗണ്ടറി ഓർ ഔട്ട്ലൈൻ ഒഴികെ ബാക്കിയുള്ള ലൈൻസൊക്കെ ഡാഷ് ലൈൻ യൂസ് വരയ്ക്കണം. വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസ് ഇൻവിസിബിൾ ലൈനായിട്ടും ഡാഷ് ലൈനായിട്ടും, ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻ വിസിബിൾ ലൈനായിട്ടും വരയ്ക്കുക. AB BC CD DE ആൻഡ് EA വിസിബിൾ ആയിരിക്കും. 1 2 ബൗണ്ടറി ആണ്, 2 to 3 ബൗണ്ടറി ആണ്, 3 to 4 ബൗണ്ടറി ആണ്. അപ്പോൾ ഇത്രയും വിസിബിൾ ലൈൻ. 1 5 എവേ കിടക്കുന്ന ബേസിൻ്റെ ഇൻവിസിബിൾ ബേസിൻ്റെ ബൗണ്ടറി അല്ലാത്ത എഡ്ജസ് ആണ്, അതുകൊണ്ടത് ഡാഷ് ലൈൻ. അതേപോലെ 5 4 5 2 ഡാഷ് 4 2 ഡാഷ്. 1 ഡാഷ് A ഡാഷ് അത് വിസിബിൾ ലൈനാണ്. ആ ലൈനിൽ കൂടെ തന്നെയാണ് ഈ 2 ഡാഷും പാസ് ചെയ്യുന്നത്. ഇതൊക്കെ വിസിബിൾ ലൈനാണ്, വളരെ അടുത്തടുത്താണ് പാസ് ചെയ്യുന്നത്, ബൗണ്ടറി ലൈനാണ്. അതേപോലെ D4 ഔട്ട്ലൈൻ ഓർ ബൗണ്ടറി ലൈനാണ്, അത് തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക. അപ്പോൾ ഇനി വരയ്ക്കാനുള്ളത് 3 2 ആണ്. 3 2 ഡാഷ് C2 ഡാഷ് ആണ്, അത് ക്രോസ് ചെയ്യുന്നത് ഇൻവിസിബിൾ ബേസിനെയാണ്, അതുകൊണ്ട് ഇത് വിസിബിൾ ആയിരിക്കും. 5 2 ഡാഷ് E2 ഡാഷ് അത് വിസിബിൾ ബേസിനെയാണ് ക്രോസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ. ആക്സസ് ലൈൻ ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ആക്സ് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഞാനിപ്പോൾ തിൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. വിസിബിൾ ബേസ് എഡ്ജസും ഫേസ് എഡ്ജസും തിക്ക് ലൈനാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. ഞാനിത് വരയ്ക്കുന്ന സമയത്ത് ഡ്രാഫ്റ്റ് സ്കീം വന്നിട്ടുണ്ട്, ബട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരിക്കലും ഇവാലുവേറ്റ് ചെയ്യരുത്. ഫൈനൽ സ്കീം ഉടനെ വരും. ഫൈനൽ സ്കീമിൽ ഈ ക്വസ്റ്റിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡ്രോയിങ് സിമ്പിൾ പൊസിഷൻ ഇൻക്ലൂഡിങ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 4 മാർക്സ് ആയിരിക്കും. ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ആഫ്റ്റർ ടിൽറ്റിംഗ് ആക്സിസ് 30 degree to HP 4 മാർക്സ്. ഡിറ്റർമിനിങ് ദ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ 2 മാർക്സ്. ഫൈനൽ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 4 മാർക്സ്. നീറ്റ്നെസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറേ പേര് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജിന് പകരം റെസ്റ്റിംഗ് ഓൺ കോർണർ, അതായത് ഇവിടെ കോർണർ വരുന്ന രീതിയിൽ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് മാർക്ക് 0 തന്നെയാണ്. കാരണം ആൻസർ കീയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ആൻസർ തെറ്റാണ്. ഈ കേസ് ഇത് പെൻറ്റഗണൽ പിരമിഡ് ആയതുകൊണ്ട് ഒരു 4 മാർക്ക് കൊടുക്കാം. കാരണം ഇത് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് ആണോ റെസ്റ്റിംഗ് ഓൺ കോർണർ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലത്തെ ഫിഗറാണ്. കാരണം ഇവിടെ കോർണർ എടുത്തിട്ട്, അതായത് റൈറ്റ് സൈഡിൽ കോർണർ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് തന്നെ ആകും. ഓക്കെ, അതുകൊണ്ട് ഒരു മിനിമം 4 മാർക്സ് വരെ കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വാല്യൂവിനാലും ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഫസ്റ്റ് സ്റ്റേജ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്ക് 4 മാർക്സ് വരെ കിട്ടും. നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ്റെ മാർക്ക് മുഴുവൻ ചെയ്താലാണ് മിക്ക സ്റ്റാഫും കൊടുക്കാറുള്ളത്, അതൊരു 1 മാർക്കാണ്. സെക്കൻഡ് സ്റ്റേജ് വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 4 8 മാർക്സ്. അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ കാണാതെ വരച്ചവർ കുറേ പേരുണ്ടാവും, അവർക്ക് 2 മാർക്ക് കുറയും. കാരണം ഡിറ്റർമിനിങ് ദ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ 2 മാർക്സ് എന്നാണ് ആൻസർ കീയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അപ്പാരൻറ്റ് ആംഗിൾ എടുക്കാതെ വരച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ മുഴുവൻ മാർക്കും നഷ്ടപ്പെടുന്ന രീതിയിലല്ല ആൻസർ കീ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 മാർക്സ് മാത്രം അത്രമേ നഷ്ടപ്പെടും. അപ്പോൾ ടോട്ടൽ 13 മാർക്സ് കിട്ടും. ഇത് ഡ്രാഫ്റ്റാണ്. ഫൈനൽ ആൻസറിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ചെയ്യും, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.